നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെ 2025 ഒക്ടോബർ മാസം 9-ാം തീയതി, അതായത് 1201 കന്നിമാസം 23-ാം തീയതി വ്യാഴാഴ്ച. നാളെ വ്യാഴാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ 6:17, അസ്തമയം വൈകിട്ട് 6:08. നാളത്തെ രാഹുകാലം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയുള്ള സമയമാകുന്നു. നാളത്തെ നക്ഷത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. നാളത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാകുന്നു. നാം 7 നക്ഷത്രങ്ങളെ ഒരു ശുഭകാര്യങ്ങൾ ചെയ്യുവാനോ യാത്രക്കോ സ്വീകരിക്കാറുണ്ട്. അതിലൊരു നക്ഷത്രമാകുന്നു ഭരണി. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ 7 നാൾ. യമൻ എന്നാൽ ഭരണി. യമരാജനാകുന്നു ഭരണിയുടെ ദേവത. എപ്പോഴും ന്യായത്തിൻ്റെയും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും കൂടെ നിൽക്കും യമരാജൻ. നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ അതിൽ എപ്പോഴും വളരെയധികം ധാർമ്മികത പുലർത്തുന്നു. അതുകൊണ്ടാണ് യമരാജനെ ധർമ്മരാജൻ എന്ന് വിളിക്കുന്നത്. പലപ്പോഴും ഭരണി നക്ഷത്രക്കാർ ന്യായത്തിന് വേണ്ടി വളരെയധികം സംസാരിക്കും. തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എപ്പോഴും അവർ ആത്മാർത്ഥതയും അപ്രകാരം തന്നെ നീതി ന്യായത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നത് കാണാം. അതിലവർ ഉറച്ചു നിൽക്കും. അങ്ങനെയൊരു പ്രത്യേകതയുണ്ട് ഭരണി നക്ഷത്രത്തിന്. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ തൃതീയ തിഥിയാണ്. എങ്കിലും ചന്ദ്രൻ ബലവാനാണ്. കറുത്തപക്ഷം 5-ാം തീയതി വരെ ചന്ദ്രൻ ബലവാനാണ്. നാളത്തെ ദിനം വ്യാഴാഴ്ചയാണ്, ശുഭദിനമാണ്. ശുഭകാര്യങ്ങളൊക്കെ നാം സ്വീകരിക്കും. എങ്കിലും ഈ ഭരണി നക്ഷത്രം നമുക്കത്ര ഒരാശാവഹമായ ഒരു നക്ഷത്രമല്ല ശുഭകാര്യങ്ങൾക്കെല്ലാം തന്നെ. നാളെ നന്നായി ദേവീപ്രീതി ചെയ്യുക. ഭരണി ഭരിക്കുന്ന ദേവത ശുക്രനാകുന്നു. ഭരണിപുരം പുരാണം. ഈ ഭരണിക്കാർ സംഗീത വിഷയങ്ങളിൽ വളരെ പ്രാമുഖ്യം പുലർത്തുന്നവരാണ്. MS സുബ്ബലക്ഷ്മി അമ്മ, ഇന്ത്യയിലെ മഹതിയായ സംഗീതജ്ഞ, അവർ ഭരണി നക്ഷത്രമാണ്. അപ്രകാരം ധാരാളം ഭരണി നക്ഷത്രക്കാരുണ്ട്. കലാരംഗത്ത് ശോഭിക്കും ഭരണിപുരം പുരാണം നക്ഷത്രക്കാർ. അതിന് കാരണം എന്താണ്? ഈ നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം ശുക്രനാണ്. കലകളുടെ രാജാവാകുന്നു ശുക്രൻ, അല്ലേ? ഭാർഗവൻ, ഭൃഗുപുത്രൻ കലകളുടെ രാജാവാണ്, അസുര രാജാവാണ്. പാട്ട്, കൂത്ത്, സംഗീതം, നൃത്തം, സ്ത്രീകൾ ഇവരുമായി ഇടപഴകുന്ന എല്ലാ വിഷയങ്ങളിലും നിഷ്ണാതനാണ് ശുക്രൻ. ആ ശുക്രൻ ഭരിക്കുന്ന നക്ഷത്രമാണ് ഭരണി. പക്ഷേ നാളെ നല്ല മുഹൂർത്തങ്ങളില്ല. നാളെ ദേവീക്ഷേത്രത്തിൽ പോവുക. ദേവിക്ക് വിളക്കുമാല, പായസം വഴിപാടായി സമർപ്പിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.